ടീനേജ് കാലഘട്ടം മുതൽ ബോയ്സ് ഫേസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ബിയർഡ് മെയിൻ്റനൻസ് ആണ്. പലപ്പോഴും എങ്ങനെയാണ് നല്ല രീതിയിൽ ബിയർഡ് അല്ലെങ്കിൽ താടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വളർത്തേണ്ടത്, പലർക്കും ജനറ്റിക്കലി അല്ലെങ്കിൽ മറ്റ് റീസൺസ് കാരണം നല്ല രീതിയിലുള്ള ഒരു താടി വളർച്ച ഇല്ലാത്തത്, ഇതൊക്കെ തന്നെ പലപ്പോഴും ടീനേജേഴ്സിനെ നല്ല രീതിയിൽ അലട്ടാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവർക്കും അല്ലാതെ തന്നെ ബിയർഡ് മെയിൻ്റനൻസിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്കും വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ബിയർഡ് മെയിൻ്റനൻസിനും ബിയർഡ് ഗ്രോത്തിനും സഹായിക്കുന്ന 5 ടിപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെൻസ് ഗ്രൂമിങ്ങിൽ ഹെയർ ഗ്രോത്ത് പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബിയർഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ ബിയർഡ് ഗ്രോത്തിനെ പറ്റി കൃത്യമായ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അതെങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും അറിയാത്തത് കൊണ്ടും വളരെയധികം ഒരു അഗ്ലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാഡ് ലുക്കിംഗ് ആയിട്ട് ആളുകൾ മാറാനുള്ള റീസൺ അവരുടെ ബിയർഡാണ്, അല്ലെങ്കിൽ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാത്ത ബിയർഡ് കാരണമാണ്. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഡോണ്ട് റഷ് എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾക്ക് താടി വളർച്ച എന്നൊക്കെ പറയുന്നത് താടി ഷേവ് ചെയ്തതിന് ശേഷം 2-3 ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ താടി വളരും എന്നുള്ളൊരു ധാരണ പലർക്കുമുണ്ട്. ബിയർഡ് എന്ന് പറയുന്നത് മിനിമം 4 വീക്സെങ്കിലും എടുക്കാതെ നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു 3 to 4 വീക്സ് നല്ല രീതിയിൽ നമ്മൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ബിയർഡിനെ സ്റ്റൈൽ ചെയ്യാൻ പോലും പറ്റുകയുള്ളൂ. ഇത്തരത്തിൽ 3 to 4 വീക്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പാച്ചി ബിയർഡ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും, അല്ലെങ്കിൽ ബിയർഡ് ഗ്രോത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും ഒക്കെ ഈ ഒരു 3 to 4 വീക്സ് തീർച്ചയായിട്ടും സഹായിക്കും. അതുകൊണ്ട് വളരെ പേഷ്യൻ്റായിട്ട് 3 to 4 വീക്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ 3 മുതൽ 4 ആഴ്ച വരെ വെയിറ്റ് ചെയ്തിട്ടും നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ബിയർഡ് ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മാൻ മാറ്റേഴ്സിൻ്റെ ബിയർഡ് മാക്സ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. 5% മിനോക്സിഡിൽ അടങ്ങിയിട്ടുള്ള ബിയർഡ് മാക്സിൻ്റെ ബിയർഡ് ഗ്രോത്ത് സീറം 90 ദിവസത്തേക്കാണ് നമുക്ക് സപ്ലൈ ആയിട്ട് ലഭിക്കുന്നത്. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മിനോക്സിഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടിയിട്ട് ഹെയർ ഫോളിക്കിൾസിൻ്റെയും അതുപോലെ ഫേഷ്യൽ ഹെയർ ഡെവലപ്മെൻറ്റും ഒക്കെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. 1 ലക്ഷത്തിലധികം ആളുകൾക്ക് അവരുടെ ബിയർഡ് ഗ്രോത്തിന് സഹായിച്ചിട്ടുള്ള വളരെ വർത്തിയും വാല്യുബിളുമായിട്ടുള്ള 3ഓളം ബിയർഡ് സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻസും ഈ പ്ലാനിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ബിയർഡ് ഗ്രോത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ടേക്ക് കെയർ ഓഫ് യുവർ ബിയർഡ് എന്നതാണ്. പലപ്പോഴും ആളുകൾ ബിയർഡ് ഗ്രോത്തിനെ പറ്റി ഒരുപാട് അധികം കൺസേൺഡ് ആവുമെങ്കിലും പലപ്പോഴും അവർ ആവശ്യത്തിനുള്ള കെയർ അവരുടെ ബിയർഡിന് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നല്ല രീതിയിൽ ഷാംപൂ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് കെയർ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ അത്രമാത്രം കെയർ നമ്മൾ പലപ്പോഴും നമ്മുടെ ബിയർഡിന് നൽകുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ട്രിം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈവൻ ഗ്രൂം ചെയ്യുമ്പോൾ പോലും ബിയർഡിനെ വളരെ ഹൈജീനിക് ആയിട്ട് നോക്കുകയോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക പോലും ചെയ്യാറില്ല. യഥാർത്ഥത്തിൽ ബിയർഡ് വാഷ് ചെയ്യാനായിട്ടുള്ള ബിയർഡ് വാഷസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെയർ ഷാംപൂ പോലുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ബിയർഡ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഹൈജീനിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആൾക്കാർ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ബിയർഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെയധികം അൺടൈഡി ആയിട്ടും ഫ്രിസി ആയിട്ടും ഒക്കെ മാറുന്നു. 3ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നോ യുവർ ഫേസ് ഷേപ്പ് ആൻഡ് ചൂസ് യുവർ ബിയർഡ് അക്കോർഡിംഗ്ലി എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും ഫേസ് ഷേപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഡിഫറൻ്റ് ആയിരിക്കും. ചില ആളുകൾക്ക് ഡയമണ്ട് ഫേസ് ഷേപ്പ് ആയിരിക്കും, ചില ആളുകൾക്ക് റൗണ്ട് ഫേസ് ആയിരിക്കാം, ചില ആളുകൾക്ക് സ്ക്വയർ ഫേസ് ആയിരിക്കാം, ചില ആളുകൾക്ക് റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ അത്തരത്തിൽ പല ഫേസ് ഷേപ്സ് ഉണ്ട്. ഇതിൽ ഏത് ഫേസ് ഷേപ്പാണ് നിങ്ങളുടേത് എന്ന് മനസ്സിലാക്കി അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിയർഡ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം റൗണ്ട് ഫേസ് ഉള്ള ഒരാൾ എങ്ങനെ ബിയർഡ് വെക്കുന്നു ആ രീതിയിലായിരിക്കില്ല സ്ക്വയർ ഫേസ് ഉള്ള ഒരാൾ ബിയർഡ് വെക്കുന്നത് അവർക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരവരുടെ ഫേസ് ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് ചേരുന്ന രീതിയിലുള്ള ബിയർഡ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കോംപ് യുവർ ബിയർഡ് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഹെയർ നല്ല രീതിയിൽ കോംപ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഹെയറിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഷേപ്പും മാത്രമല്ല നല്ല രീതിയിലുള്ള ഒരു തിക്നെസ്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ ബിയർഡിന് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഹെയറിന് ഉപയോഗിക്കുന്ന കോംബ് ഒരിക്കലും നമ്മുടെ ബിയർഡിന് യൂസ് ചെയ്യരുത്. ബിയർഡിന് വേണ്ടി വേറൊരു ചെറിയൊരു കോംബ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ കോംബ് ഉപയോഗിച്ചിട്ട് ഡെയിലി നമ്മുടെ ബിയർഡിനെ കോംബ് ചെയ്ത് വെക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ബിയർഡിനെ വാഷ് ചെയ്യാനും ബിയർഡിനകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ പോകാനും മാത്രമല്ല നല്ല രീതിയിൽ തിക്കായിട്ടുള്ളൊരു ഷേപ്പ് ബിയർഡിന് വരാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പലപ്പോഴും രാവിലെ വർക്കിനോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ പോകുന്ന സമയത്ത് ഇത് ചെയ്യാൻ സാധിക്കാതെ പോവുക അല്ലെങ്കിൽ മറന്നു പോവുകയൊക്കെ ചെയ്യാറുണ്ട്. ഇനി അഥവാ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മളോട് ഇതൊക്കെ മറന്നു പോകാറുണ്ട്. എന്നാൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് സമയം സ്പെയർ ഉണ്ടാവും. ആ സമയത്ത്
എല്ലാ ദിവസവും നല്ല രീതിയിൽ കോംബ് ചെയ്യുന്നത് ശീലിക്കുക. ഇങ്ങനെ ഡെയിലി കോംബ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബിയർഡ് ഗ്രോത്തിന് വളരെ നല്ല രീതിയിൽ സഹായിക്കും. അവസാനത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബി സെൽഫ് സഫീഷ്യൻ്റ് എന്നുള്ളതാണ്. പലപ്പോഴും ബിയർഡ് ട്രിമ്മിങ്ങും അല്ലെങ്കിൽ ബിയർഡ് ഗ്രൂമിംഗ് ഒക്കെ വരുന്ന സമയത്ത് ആളുകൾ അത് ചെയ്യാൻ ഇച്ചിരി മടിക്കാറുണ്ട്. കാരണം കൃത്യമായ അളവിൽ അത് ട്രിം ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രൂം ചെയ്യാനോ അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും സലൂണിൽ പോയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റൊരാളുടെ സഹായത്തോടെ ആയിരിക്കും നമ്മളത് ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തരത്തിൽ നമ്മളൊരു സ്റ്റൈലിസ്റ്റിനെ എപ്പോഴും ആശ്രയിക്കുന്നതിന് പകരം ലേൺ ദി ആർട്ട് ഓഫ് ട്രിമ്മിങ്, എങ്ങനെയാണ് നമ്മുടെ ബിയർഡ് ട്രിം ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ഒരു ബോയ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മാൻ എന്ന രീതിയിൽ വളരെയധികം ആവശ്യമുള്ള ക്വിൻറ്റസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ട്രിമ്മിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലേൺ ദി ആർട്ട് ഓഫ് ട്രിമ്മിങ്. ഇനി നമ്മൾ ട്രിം ചെയ്യുന്ന സമയത്ത് ഒരല്പം അധികം ട്രിമ്മൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ പോലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. പൗഡർ ട്രിമ്മിങ് എന്ന് പറയുന്നൊരു ടെക്നിക്കുണ്ട്. ഫോമലായിട്ടും കാഷ്വലായിട്ടുമൊക്കെ നമുക്ക് പല രീതിയിൽ ബിയർഡ് സെറ്റ് ചെയ്യേണ്ടി വരും. അത്തരം സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് പൗഡർ ട്രിമ്മിങ് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം പൗഡർ ട്രിമ്മിങ്ങിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ട്രിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബിയർഡ് നമുക്ക് നഷ്ടമാവുന്നില്ല, അല്ലെങ്കിൽ ബിയർഡിൻ്റെ തിക്നെസ് ഒന്നും നമുക്ക് അധികം നഷ്ടമാവുന്നില്ല. സോ ഇത്രയും ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ബിയർഡ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ 5 ടിപ്സും ട്രൈ ചെയ്യാവുന്നതാണ്.